ഫലസ്തീന് സ്വയം നാണയമില്ല, ഫലസ്തീന് സ്വയം പാസ്പോർട്ട് ഇല്ല. ഇസ്രായേൽ കൊടുക്കണം പാസ്പോർട്ട്, അതേ പറ്റുള്ളൂ. കണ്ണായ ഏരിയയിൽ നികുതി പിരിക്കാൻ അവകാശമില്ല. ഇന്നിപ്പോ കേരളത്തിലല്ല, ലോകത്തിന്റെ നാനാമത്തിൽ പള്ളിക്കമ്മിറ്റിക്കുള്ള അധികാരം പോലും ആർക്കില്ല. ഫലസ്തീൻ നാഷണൽ അതോറിറ്റി എന്ന അസൽത്തനത്തുൽ വതനിയത്തുൽ ഫലസ്തീനിയ ഇതിനില്ല. മുസ്ലിം ഭരണാധികാരികളും പ്രഭുക്കളും കൂടിയാണ് ഓസ്ലോ കരാർ എഴുതിയത്. എന്തുകൊണ്ട്? ഇവർ യൂറോപ്പിന്റെ അടിമകളാ, ഇവർക്കത് ചെയ്യാൻ കഴിയും. നീയോ, നീ ഇവരുടെ അടിമകളാ. മുസ്ലിയാരെ നിങ്ങൾ ചിന്തിക്കണം, ഇവർ യൂറോപ്പിന്റെ അടിമകളാണ്. ആധുനിക മുസ്ലിയാരെ നിങ്ങൾ ഇവരുടെ അടിമകളാണ്. എവിടെയാണ് മുസ്ലിം സമുദായം തകർന്നത് എന്ന് ചിന്തിക്കുക. ഇന്ന് മുസ്ലിം ഭരണാധികാരികളും മറ്റും എന്ത് ചെയ്യും, പ്രഭുക്കളും എന്ത് ചെയ്യും എന്നറിയോ? യൂറോപ്യൻ ആഘോഷ ദിവസങ്ങളിൽ അങ്ങോട്ട് കയറും, അവിടെ വലിയ റൂം എടുത്തിട്ട് അവിടെ താമസിച്ച ആഘോഷങ്ങൾ കാണും. തകർത്തു. ആരാ തകർത്ത്? ഒരു പ്രത്യേക വിഭാഗം തകർത്ത്. മുസ്ലിം ലോകം തകർത്തത് വഹാബികളാണ്. തകർത്തു, എല്ലാം തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? യൂറോപ്പിന്റെ ആജ്ഞാനുവർത്തികളായ കുറെ ഭരണാധികാരികളെയാണ് വഹാബിസം സമ്മാനിച്ചിട്ടുള്ളത്. അല്ലാതെ ഉസ്മാനിയത്തിന്റെ ആദ്യത്തെ ഭരണാധികാരിയും അള്ളാഹുവിന്റെ മാർഗത്തിലെ മുത്തഖയാണ്, അവസാനത്തെ ഭരണാധികാരിയും അള്ളാഹിന്റെ മാർഗത്തിലെ മുത്തഖയാണ്. വഹാബിസത്തിന്റെ ഒന്നാമത്തെ ഭരണാധികാരിയും യൂറോപ്പിന്റെ അജ്ഞാനുവർത്തിയാണ്, അവസാനത്തെ ഭരണാധികാരിയും യൂറോപ്പിന്റെ അജ്ഞാനുവർത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മൗലിദുൻ നബിയിൽ മുസ്തഫ, ലൈലത്തുൽ മിഅ്റാജ്, ലൈലത്തുൽ ബറാഅ, അഥവാ ലൈലത്തുൽ നിസ്ഫിൻ ശഅബാൻ, ലൈലത്തുൽ ഖദ്ർ, ലയാലി റമളാൻ, ഇതിലൊക്കെ യൂറോപ്പ് ആഘോഷിച്ച് ആമോദിച്ച് ആഹ്ലാദിച്ച ഒരു കാലമുണ്ടായിരുന്നു. അഹ്ലു സുന്നയുടെ നേതാക്കളുടെ ഒരു കാലം. അന്ന് യൂറോപ്പ് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പണ്ഡിതരുടെയും ഭരണാധികാരികളെയും ആജ്ഞാനുവർത്തികളായിരുന്നു. ഇന്നോ? ഇന്ന് വഹാബിയത്താണ്. ആ വഹാബിയത്തിന്റെ ആദ്യത്തെ ഭരണാധികാരിയും ഇന്നത്തെ അവസാനത്തെ ഭരണാധികാരിയും യൂറോപ്പിന്റെ അജ്ഞാനുവർത്തിയാണ്. ആരെയും തകർത്തത്? യൂറോപ്പ് തകർത്തത്. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ധ്വജവാഹകർ അവര് അഹ്ലു സുന്നയെ യൂറോപ്പിനും ഏഷ്യക്കും ആഫ്രിക്കക്കും എല്ലാവർക്കും പരിചയപ്പെടുത്തി. എല്ലാവർക്കും പരിചയപ്പെടുത്തി. എല്ലാവർക്കും പരിചയപ്പെടുത്തി. ലോകം മുഴുവനും അവരെ സ്വീകരിച്ചു. ലോകം മുഴുവനും അവരെ സ്വീകരിച്ചു. ഉസ്മാനികളെ ഖലീഫമാരുടെ കൂട്ടത്തിൽ സുലൈമാനുൽ ഖാനൂനി എന്നൊരു രാജാവുണ്ട്. അയാളാണ് ലോകത്തെ നിയമനിർമ്മാതാവായി അറിയപ്പെടുന്നത്. അമേരിക്കൻ കോൺഗ്രസിൽ, അമേരിക്കൻ സെനറ്റിൽ, അമേരിക്കൻ പാർലമെന്റ് മന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ കല്ലിൽ അദ്ദേഹത്തിന്റെ ചിത്രം കുത്തിവെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കാൻ സ്വാധീനിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭരണഘടനയാണ്. ഇയാൾ ആരാ? ഇയാൾ നക്ഷബന്ദി ത്വരീഖത്തുകാരനായ സുന്നി ആയിക്കോട്ടെ. ഇന്നും കുറെ മുസ്ലിം ഭരണാധികാരികളുണ്ട്. ആരുടെ ചിന്തയാണ് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു അമുസ്ലിം രാജ്യത്തെ ഭരണഘടനയെ സ്വാധീനിച്ച്? ലോകത്തെ ഏതെങ്കിലും രാജ്യത്തെ സ്വാധീനിച്ച്? ഇത് എന്താണ് നമ്മൾ പഠിക്കാതെ പോയത്? ഒരു ജനതക്ക് താരീഖ് തകർന്നാൽ ആ ജനതക്ക് പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? ഹൃദയം എന്തായാലും വേണ്ടില്ല, റൂഹ് എങ്ങനെ അശുദ്ധമായാലും വേണ്ടില്ല, നഫ്സ് എങ്ങനെ എത്രത്തോളം മുദസ്സസായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, പള്ള കുറയരുത്. നല്ല ചർച്ച, വലിയ വലിയ സദസ്സിൽ ചർച്ച ചെയ്യാണ്. എന്ത് ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയാൽ അത് നമ്മളാളുകൾക്ക് ജോലി നഷ്ടപ്പെടും, അതായത് പള്ള പോകും. എന്താണ്ടായത്? അഹ്ലു സുന്നയുടെ ധ്വജവാഹകരായ ഈ ഒരു സമൂഹം, ആ സമൂഹം ഇന്ന് ലോക ചിത്രത്തിലില്ല. ആര് തകർത്തു? വഹാബികൾ തകർത്തു. ഒരു ഉമ്മത്തിന്റെ താരീഖ് തകർന്നു. പുതിയ ജനതയോ പുതിയ കുട്ടികൾക്ക് ഊർജം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ഈമാന്റെ മാർഗം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന മാർഗമാണ്. ഈമാൻ എവിടുന്ന കിട്ടുക? അല്ലാഹു പറഞ്ഞു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഈമാൻ എവിടുന്ന കിട്ടുക? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. എന്താണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം? വിട്ടുമൂടി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ വലിയ വലിയ പള്ളികൾ, സംസ്കാരങ്ങൾ, രീതികൾ, പള്ളി ദർസുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അവിടെയെല്ലാം പണ്ഡിതന്മാരുടെ ചർച്ചാ മജ്‌ലിസുകൾ. ഒരു മുസ്ലിം ഭരണാധികാരി ഒരു രാജ്യത്ത് വരുമ്പോൾ ദിവസങ്ങളോളം ആ രാജ്യം ആഘോഷിച്ച് കാത്തു നിൽക്കുക. എന്തുകൊണ്ട്? നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, അദ്ദേഹം വരുന്നുണ്ട്. നീതിമാനായ ഒരു മുസ്ലിം ഭരണാധികാരി വരാൻ ദിവസങ്ങളോളം ജോർജിയയിലും റൊമാനിയയിലും ഒക്കെയുള്ള ജനങ്ങൾ കാത്തു നിൽക്കുക. അവിടുത്തെ റമളാൻ ഏഷ്യയിലെ റമളാൻ പോലെ മനോഹരമാവുക, അവിടുത്തെ ലൈലത്തുൽ ഖദ്ർ സന്തോഷകരമാവുക. നേരം വെളുക്കുന്നവരെ തെരുവുകളിൽ മുഴുവനും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിക്റും ഖുർആനോത്തും പള്ളിയും ഇതൊക്കെ ആവുക. അവിടുത്തെ മൗലിദുൻ നബി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ പരിശുദ്ധ സ്വലാത്തുകളും മദ്ഹുകളും യൂറോപ്പിന്റെ തെരുവോരങ്ങളെ ജീവിപ്പിക്കുക. ഇങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയത് നിങ്ങളുടെ ചിന്തയിലുണ്ടോ? അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടില്ലേ?
അവരെ നമ്മൾ തകർത്തു. ആരോട് കൂടി? യൂറോപ്പിലെ മുട്ടാളന്മാരോട് കൂടി. എന്നിട്ട് ആ മുട്ടാളന്മാർ കഷ്ണിച്ചു തന്ന കഷ്ണങ്ങളിൽ ഇന്നത്തെ ഭരണാധികാരികളായി. അപ്പോൾ യൂറോപ്പിന്റെ അജ്ഞാനുവർത്തികളായി. യൂറോപ്പ് പറഞ്ഞത് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സിയോണിസ്റ്റുകളും മുസ്ലിങ്ങളും കൂടെ ഒരു കരാർ നടത്തിയിട്ടുണ്ട്. ഓസ്ലോ കരാർ എന്ന പേരിൽ മുസ്ലിങ്ങളും സിയോണിസ്റ്റുകളും തമ്മിൽ ചില മുസ്ലിം ഭരണാധികാരികളുടെയും ചില നേതാക്കളുടെയും താല്പര്യപ്രകാരം ഓസ്ലോയിൽ ഒരു കരാർ നടത്തിയിട്ടുണ്ട്. അതാണ് ഓസ്ലോ കരാർ. ആ ഓസ്ലോ കരാർ അനുസരിച്ച് ഫലസ്തീനിന് സ്വയം ഭരണാവകാശം നൽകി. നിങ്ങൾ ഫലസ്തീന് സ്വയം ഭരണാവകാശം എന്താ? ഫലസ്തീനിന് സ്വയം ഭരണാവകാശമുണ്ട്. അതെന്താ? ഫലസ്തീന്റെ സ്വയം ഭരണാവകാശം എന്നാൽ എന്താണത്? ഒരു പള്ളി കമ്മിറ്റിയുടെ അധികാരം. അതുമില്ല. ഒരു പള്ളി കമ്മിറ്റിയുടെ അധികാരം ഓസ്ലോ കരാർ അനുസരിച്ച് ഫലസ്തീന് കൊടുക്കാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. പള്ളി കമ്മിറ്റിന്റെ അധികാരമല്ല. ഒരു പള്ളി കമ്മിറ്റിയിൽ ആ നാട്ടിലെ മുഴുവനും പള്ളിയിലെ വരിസംഖ്യ പിരിക്കാനുള്ള അധികാരമുണ്ട്. അത് ഒരിക്കും കൊടുക്കണ്ട. ഫലസ്തീൻ അധികാരമല്ല. അവർ നികുതി പിരിച്ചാൽ അതിന്റെ വലിയൊരു ശതമാനം ഇസ്രായേലിന് കൊടുക്കണം. ചില ഏരിയയിൽ നികുതി പിരിക്കാൻ അധികാരമില്ല. ഫലസ്തീന് സ്വയം എന്തില്ല? ഒരു ചെക്ക് പോയിന്റ് ഇല്ല. ഫലസ്തീന് ഒരു ചെക്ക് പോയിന്റ് ഇല്ല. ഫലസ്തീന് ഒരു നാണയമില്ല. ജൂതന്മാരെ നാണയം ഫലസ്തീൻ മുസ്ലിങ്ങൾ ഉപയോഗിക്കും. ഫലസ്തീനില് കരാർ വെച്ചപ്പോൾ ഫലസ്തീനിൽ വേറെ നാണയം, വേറെ പാസ്പോർട്ട്. ഇസ്രായേൽ കൊടുക്കുന്ന പാസ്പോർട്ട് ഉണ്ട് ഫലസ്തീന്. ഒരു പള്ളി കമ്മിറ്റിയുടെ അധികാരം ഫലസ്തീനില്ല. കോടി ഡോളർ പിരിച്ചിട്ട് ദിവസം കടന്നുറങ്ങണ ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികൾ. ചില ഭരണാധികാരികൾ ഒരു രാത്രിയൊക്കെ ചെലവാക്കാം 70 കോടി ഒക്കെയാണ് ചെലവാക്കുക. അങ്ങനത്തെ ഭരണാധികാരികളുണ്ട്. വിമാനത്തിന് ഇറങ്ങാൻ വേണ്ടി വിമാനത്തിൽ സ്വർണത്തിന്റെ കോവണി കൊണ്ടിടക്കണ മുസ്ലിം ഭരണാധികാരികളുണ്ട്. വഹാബി ഭരണാധികാരികൾ വിമാനത്തിന് ഇറങ്ങാൻ സ്വർണത്തിന്റെ കോവണി വേണം. എന്നിട്ട് ഇത്ര വലിയ പണമുള്ള ഇവർക്ക് ഒരു രാജ്യത്തിന് ഒരു മാന്യമായ ഒരു അധികാരം, അവർക്ക് അവരുടേതായ ഒരു അധികാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഫലസ്തീന് സ്വയം നാണയമില്ല. ഫലസ്തീന് സ്വയം പാസ്പോർട്ട് ഇല്ല. ഇസ്രായേൽ കൊടുക്കണം പാസ്പോർട്ട്, അതേ പറ്റുള്ളൂ. കണ്ണായ ഏരിയയിൽ നികുതി പിരിക്കാൻ അവകാശമില്ല. ഇന്നിപ്പോ കേരളത്തിലല്ല, ലോകത്തിന്റെ നാനാമത്തെ പള്ളി കമ്മിറ്റിക്കുള്ള അധികാരം പോലും ആർക്കില്ല. ഫലസ്തീൻ നാഷണൽ അതോറിറ്റി എന്ന അസ്സൽത്തനത്തുൽ വതനിയത്തുൽ ഫലസ്തീനിയ ഇതിനില്ല. മുസ്ലിം ഭരണാധികാരികളും പ്രഭുക്കളും കൂടിയാണ് ഓസ്ലോ കരാർ എഴുതിയത്. എന്തുകൊണ്ട്? ഇവർ യൂറോപ്പിന്റെ അടിമകളാ. ഇവർക്കത് ചെയ്യാൻ കഴിയും. നീ ഇവരുടെ അടിമകളാ. മുസ്ലിയാരെ നിങ്ങൾ ചിന്തിക്കണം, ഇവർ യൂറോപ്പിന്റെ അടിമകളാണ്. ആധുനിക മുസ്ലിയാരെ നിങ്ങൾ ഇവരുടെ അടിമകളാണ്. എവിടെയാണ് മുസ്ലിം സമുദായം തകർന്നത് എന്ന് ചിന്തിക്കുക. താരീഖോ അതറിയില്ല. നിങ്ങൾ കറാമത്ത് പറഞ്ഞു നടക്കുക. കറാമത്താണോ? ഒരു മഹാന്റെ താരീഖ് തകർന്നു പോയി, യാതൊരു സംശയവും ഇല്ല. തകർന്നു പോയി. എന്തുകൊണ്ട് തകർന്നു? നമ്മുടെ പിതാക്കളാരി എന്ന് നമുക്കറിയില്ല. ജോർജിയയിലും റുമാനിയയിലും സെർബിയയിലും ഹെർസഗോവിനയിലും പോളണ്ടിലും ഹോളണ്ടിലും ക്രൊയേഷ്യയിലും ചെക്കോസ്ലോവാക്കി ഇവരെയെല്ലാം ലൈലത്തുൽ ഖദറിനെ നേരം വെളുക്കുന്ന ഖുർആൻ ഓതിരുന്ന ഒരു കാലഘട്ടം ചിന്തിച്ചു നോക്കി. അവിടെയെല്ലാം മെഹ്റാജിന്റെ ഹബീബായ റസൂലുള്ളാഹ് മെഹ്റാജിന് പോയ രാത്രി ആഘോഷിച്ച ഒരു കാലത്തെ പറ്റി ചിന്തിച്ചു നോക്ക്. അവിടെയെല്ലാം നേരം വെളുക്കുന്നത് വരെ ബറാഅത്തിന് ദുആ നടന്നിരുന്ന ഒരു കാലഘട്ടം ചിന്തിച്ചു നോക്ക്. അവിടെയെല്ലാം മുസ്ലിം നിങ്ങളുടെ മഖബറകളുടെ വലിയ വലിയ ഖബർസ്ഥാനുകൾ ഉണ്ട്. ഇന്ന് ആ ഖബർസ്ഥാനിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല. എന്തുകൊണ്ട്? പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ആ പള്ളികളുടെ ഖബർസ്ഥാൻ സുന്നിപ്പള്ളികൾ എല്ലാം ആലോചിച്ച് നോക്കി. ആ പള്ളികളിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ മുഹമ്മദ് ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് അവര് മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടെത്തിയപ്പോൾ അയ്യൂബ് എന്നോട് റൂഹ് സംസാരിച്ചു, നിങ്ങൾ എന്നെ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു എന്ന് മഹാനായ മുഹമ്മദ് ശംസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചു. ഇനിയും കേൾപ്പിക്കും, സൗകര്യപ്പെട്ടാൽ ഇനിയുണ്ട്. എങ്കിൽ ആ ഇരുട്ടുന്ന അവിടേക്കല്ലേ? അതെവിടുന്ന ഇന്ന് ഒരു യൂറോപ്യൻ രാജ്യത്ത് അവര് അഹ്ലുസുന്നയുടെ കൊടിനാട്ടി നടന്നു. ലോകം മുഴുവനും ആ അഹ്ലുസുന്നത്തിയുടെ കൊടിയുടെ പഠിച്ച് താഴെട്ട് വഹാബികൾ ഈ ലോകത്തെ യൂറോപ്പിനെ മുഴുവനും മൂക്കുകുത്തി കയറിട്ട് നീതി നടപ്പിലാക്കിയ ഭരണാധികാരികളെ താഴെ കിട്ടു. എന്നിട്ട് യൂറോപ്പിന്റെ അടിമകളായി കുറച്ചാളുകൾ ഇന്ന് ഭരണം നടത്തുകയാണ്. ആ ഭരണം നടത്തുന്നവർക്ക് ഒപ്പിച്ച് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ
നമ്മളെ വയലിന് വിലയില്ല എന്ന് പറയുന്നത്. ഈ താരീഖിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആസാൻ നഹീ മിഠാനാ നമോ നിശാൻ ഹമാരാ. നമ്മുടെ നാമങ്ങളെയും അടയാളങ്ങളെയും അങ്ങനെ മായ്ച്ചു കളയാൻ പെട്ടെന്നൊന്നും ആർക്കും സാധ്യമല്ല. നാമങ്ങളും അടയാളങ്ങളും ഇല്ലാതെയാക്കപ്പെട്ടു. നമ്മൾ ആർക്കും കഴിയില്ല. പക്ഷെ നമ്മൾ തന്നെ ഗർബിന്റെ അജ്ഞാനുവർത്തികളായി. നമ്മൾ ഗർബിന്റെ അജ്ഞാനുവർത്തികളായപ്പോൾ, നമ്മൾ പടിഞ്ഞാറിന്റെ അജ്ഞാനുവർത്തികളായപ്പോൾ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമുക്ക് നഷ്ടം വന്നോന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ തമ്മിൽ സന്തോഷം അറിയിക്കും. ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉസ്മാനികൾ ഭരിച്ചിരുന്ന കാലത്ത് പ്രധാന രാത്രികളും അതിന്റെ പകലുകളും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യങ്ങൾ അർപ്പിക്കും. ബർക്കത്താക്കപ്പെട്ട രാത്രികളിൽ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കും. ഇസ്താൻബൂളിലെ അൽ ഹുമൈദി പള്ളിയിലെ ഇശാക്ക് ശേഷം വലിയ വലിയ നേതാക്കന്മാർ എത്തിച്ചേരും. ലൈലത്തുൽ ഖദ്രി ഫയഖൂന ബിൻദിലാർ, രാജാവിനെ കാത്തിരിക്കും. അങ്ങനെ രാജാവ് ഉസ്മാൻ, ഈ രാജാക്കന്മാര് അവരുള്ള കാലഘട്ടങ്ങളിലെല്ലാം മുബാറക്കായ രാത്രികളെ പ്രത്യേകമായി ആദരിക്കും. രാജാവ് പള്ളിയിൽ കയറി വരും. ഹബീബായ ആദ്യത്തെ കർമ്മ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓടലാണ്. മുഹമ്മദ് മുസ്തഫ ഹബീബായ നബിയുടെ മൗലിദ് ഓടലാണ്. ഏത് സദസ്സിലും റസൂലുള്ളാഹിനെ മാത്രം പറയില്ല, സ്വഹാബത്തിന്റെ രീതി. അതാണ് ഇന്നത്തെ മൗലിദ്. മൗലിദ് എന്ന ഈ ആധുനിക സംജ്ഞ ഇന്ന് വന്നതാണെങ്കിലും ഏത് സദസ്സിലും പുണ്യ റസൂലിനെ ഓർക്കലും പറയലുമാണ് സ്വഹാബത്തിന്റെ രീതി. അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടപ്പോൾ വലിയ വലിയ സൂക്ഷ്മദൃക്കുകളായ ഉലമാക്കൾ ഉണ്ടാക്കിയതാണ് മൗലിദുകൾ. എന്താ കാരണം? അവിടെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ. സ്വഹാബത്തിന്റെ സദസ്സിൽ ഇരുന്നാൽ അവർ പറയും റസൂലുള്ളാഹിനെ പറ്റിയാണ്. പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒരു രീതിയാണ് കൊണ്ടുവന്നു. എന്ത്? സദസ്സിൽ ആദ്യം മൗലിദ് തുടങ്ങും. എന്റെ സ്വഹാബത്തിന്റെ രീതി തന്നെയാണത്. ഒരു സദസ്സിൽ കൂടി ആദ്യം റസൂലുള്ളാഹിനെ പറ്റി പറയും, സുൽത്താനെ ഓർക്കും, സുൽത്താനെ പറ്റി പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ രീതി പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സദസ്സുകൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ രചനകളാണ് മൗലിദുകൾ. അതാണ് അതിന്റെ താരീഖ്. അല്ലാതെ അത് ആർക്കെങ്കിലും പള്ളറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നല്ല മൗലിദുകൾ. അത് ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു ഓർമ്മയാണ്. മുഹമ്മദ് മുസ്തഫ. ആ ഓർമ്മ കൊണ്ടേ നമ്മൾ രക്ഷപ്പെടും. എന്തുകൊണ്ട്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിനെ അന്ത്യനാളിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ മാതൃക പുണ്യ റസൂലിലാണ്. പിന്നെ ദിക്റുകൾ ചെല്ലും. മനോഹരമായി ഓടപ്പെടും. ഉസ്മാനികൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ലോകത്തെ മുഴുവനും പള്ളികളിലെ നിയമം അങ്ങനെയാണ്. പ്രധാനപ്പെട്ട രാത്രികൾ ഹയാത്താക്കണം. അത് ഇസ്താൻബൂളിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും. ലോകരാജ്യങ്ങൾ, പകുതിയിലേറെ ലോകരാജ്യങ്ങൾ അവർ ഭരിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. പള്ളികൾ ഹയാത്താക്കും പ്രധാന രാത്രി മുസ്ലിങ്ങൾക്ക്. ആ മുസ്ലിങ്ങൾക്ക് അന്യ സമുദായക്കാർ അഭിവാദ്യം അർപ്പിക്കും. ഇവര് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കും. മുസ്ലിങ്ങൾ അവരുടെ ആഘോഷങ്ങളെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൈമാറും. ഉസ്മാനി ഖലീഫമാർക്ക് നിയമം ഉണ്ടായിരുന്നു, വർഗീയത പറയാൻ പാടില്ല. വർഗീയത പറഞ്ഞവർ മുഴുവൻ ജയിലിൽ കയറും. വർഗീയത പറയാൻ പാടില്ല, വർഗീയമായി സംസാരിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. ഇതൊക്കെ നിയമ. ഇതെല്ലാം ഏതൊരു മതത്തിന്റെ ചിഹ്നത്തെയും അനാദരിക്കാൻ പാടില്ല. ഏതൊരു മതത്തിന്റെ നേതാവിനെയോ മതാധ്യക്ഷനെയോ കുറ്റം പറയാൻ പാടില്ല. മതത്തിന്റെ രീതികളെ ആക്ഷേപിക്കാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ നിയമമാ. ആരുടെ? ഉസ്മാനികളുടെ നിയമമാണ്. പ്രധാനപ്പെട്ട രാത്രികളെല്ലാം ഹയാത്താക്കും. എവിടെ? ലോകം മുഴുവനും ഭൂമിയിലും സന്തോഷം. അതുകൊണ്ടാണ് മഹാനായ, ഇന്നലെ ഞാൻ വായിച്ചു, ഉസ്മാനികൾ ഭരണം നടത്തിയപ്പോൾ ഭൂമിയിലെ മുഅ്മിനീങ്ങളും സന്തോഷിച്ചു, ആകാശത്തെ മലക്കുകളും സന്തോഷിച്ചു എന്ന് ഞാൻ കിതാബിൽ നിന്ന് ഞാൻ ഇന്നലെ വായിച്ചു. ഖുലാസത്തുൽ ഉമറാ എന്ന കിതാബ്. ആരുടെ? അല്ലാമാ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഉസ്മാനികൾ ഭരണം നടത്തിയപ്പോൾ സന്തോഷിച്ചു. ആര്? മുഅ്മിനുൽ അർളി വ മലായികത്തുസ് സമാ. ഫരിഹത്ത് മുഅ്മിനുൽ അർളി വ മലായികത്തുസ് സമാ. ഭൂമിയിലെ മുഅ്മിനീങ്ങളും ആകാശത്തെ മലക്കുകളും സന്തോഷിച്ച കാലമാണ് ഉസ്മാനികൾ ഭരണം നടത്തിയ കാലം എന്ന് അല്ലാമ യൂസുഫ് നബഹാനി തന്റെ ഖുലാസത്തുൽ ഉമറ എന്ന കിതാബിൽ എഴുതിയത് ഇന്നലെ ഞാൻ വായിച്ചു. അതേപോലെ ചില പ്രത്യേക പള്ളികളിൽ എന്തുണ്ടാവും? ചില പ്രത്യേക പള്ളികളിലെ റമദാൻ 1 മുതൽ താരീഖുകൾ വായിക്കും, റസൂലുള്ളാഹിന്റെ സീറ വായിക്കും. ഇനി ചില പള്ളികൾ ഉണ്ടായിരുന്നു. ഓരോ നാട്ടിൽ ചില പ്രത്യേക പള്ളികൾ. ആ പള്ളി താരീഖ് പള്ളിയാണ്. താരീഖ് വായിക്കും. റസൂലുള്ളാഹി മുതൽ
സിദ്ദീഖുൽ അക്ബർ മുതൽ പിന്നെ അമവി ഭരണം, പിന്നെ അബ്ബാസികൾ, പിന്നെ ഇന്ന് വരെയുള്ള കാലഘട്ടം എങ്ങനെ പോയത് താരീഖ് വായിക്കും. അപ്പൊ താരീഖിൽ താല്പര്യം അവർ അവിടെ പോയിരിക്കും. അതേപോലെ അവർക്കെല്ലാം പണ്ഡിതന്മാർക്കൊക്കെ വലിയ 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 സംഭാവനകൾ കൊടുക്കും. കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളുകൾക്ക് സമർപ്പിക്കപ്പെടും സമ്മാനങ്ങളും ചില കീസുകളും. രാജാവിന്റെ വകയിൽ കിഴി കൊടുക്കും. പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് വലിയ വലിയ പണ്ഡിതന്മാരുടെ സദസ്, ആ പണ്ഡിതന്മാർക്ക് അത് കഴിഞ്ഞാൽ രാജാവിന്റെ വകയിൽ കിഴി കൊടുക്കും. എന്ത്? ഇനിയും പഠിക്കണം, അടുത്ത തലമുറക്കും പറഞ്ഞു കൊടുക്കണം. അതേപോലെ പള്ളി ദർസുകൾ ലോകത്തെ ഏറ്റവും അധികരിപ്പിച്ചവരാണ് ഉസ്മാനികൾ. പള്ളി ദർസുകൾ റജബ് മാസം ആയാൽ ലീവാക്കും. റജബ്, ശഅബാൻ, റമളാൻ 3 മാസം പള്ളി ദർസുകൾക്ക് ലീവാണ്. എന്ത് ചെയ്യണം? പഠിച്ചത് കുട്ടികൾ ഗ്രാമങ്ങളിൽ പോയി പറഞ്ഞു കൊടുക്കണം. ഉസ്മാനികളെ സമ്പ്രദായത്തിൽ നിന്നാണ് ഉറുദികൾ ഉണ്ടായത്. നമ്മുടെ നാടുകളിലുണ്ടല്ലോ ഒരു ഉറുദി. റമളാനിൽ വെള്ളം അറിയാൻ പോയാൽ എന്തു പറയാ? ഉറുദിക്കുപോയി. ഉറുദി എന്ന വാക്ക് സത്യത്തിൽ പേർഷ്യൻ ഭാഷയിൽ നിന്നും ഈ ഉറുദു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. നമ്മുടെ ഭാഷ ഉറുദി എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. അവരെന്താ ചെയ്യാ? റജബ്, ശഅബാൻ, റമളാൻ 3 മാസം കുട്ടികൾ പഠിച്ച നാട്ടിൽ പോയി പറഞ്ഞു. 2 ഗുണുണ്ട്. 1, കുട്ടികൾക്ക് പരിശീലനം. 2, ഏതെങ്കിലും കുട്ടി അബദ്ധം പറഞ്ഞാൽ ഇവിടെയുള്ള പണ്ഡിതന്മാർ തിരുത്തി കൊടുക്കും. അങ്ങനെയല്ലേ മോനെ? അങ്ങനെ പറയും. 3, നാട്ടിലെ ജനങ്ങളും വളർന്നു വരുന്ന പണ്ഡിതന്മാരുന്ന ഒരു ബന്ധം ഉണ്ടാവും. ഇത് കഴിഞ്ഞു പോകുന്ന ആവശ്യമായ പണം കൊടുക്കും. ഈ 3 മാസത്തെ കർമ്മം മതിയാവും കുട്ടികൾക്ക് ഇനിയുള്ള 9 മാസം പള്ളി ദർസ് പഠിക്കാൻ. ശവ്വാലിൽ പഠിക്കാൻ തുടങ്ങും. ഏതുവരെ? ജമാദുൽ ആഖിർ അവസാനിക്കുന്ന വരെ. റജബ്, ശഅബാൻ, റമളാൻ ലീവ്. ആ ലീവ് കാലത്ത് വെള്ളം പറയുമ്പോൾ ഇതൊക്കെ ഉസ്മാനികൾ നടപ്പിലാക്കിയതാ, നമ്മൾ നടപ്പിലാക്കിയല്ല. അങ്ങനെ തുടരുക അപ്പോഴും. പണ്ഡിത വിദ്യാർത്ഥികള്, ദർസിൽ പഠിച്ചിരുന്ന കുട്ടികള് റജബ്, ശഅബാൻ, റമളാൻ മാസങ്ങളിൽ അലൽ ഖുറാ വൽ മുദനിൽ ഉസ്മാനിയ, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഇറങ്ങി നടക്കും. അവർ കൊണ്ടുപോയി കൊടുക്കും. അവർ 9 മാസം പഠിച്ച വിവരങ്ങളെ, അതായത് 9 മാസം പഠിക്കും എന്നിട്ട് പറഞ്ഞേക്കും. അതെങ്ങനെ ഗ്രാമങ്ങളിൽ പോയി പറയും. വിദ്യാർത്ഥികൾക്ക് ഇതൊരു പരിശീലനമാണ്. ഉറുദു സത്യത്തിൽ ഒരു പരിശീലനാണ്. ഞാൻ ഉറുദു പറയാൻ പോയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു പരിശീലനാണ്. ചില ഉസ്താദ്മാർ തിരുത്തി തരും. അങ്ങനെയല്ല മോനെ, എങ്ങനെ പറയണം? എന്റെ ഓർമ്മയുണ്ട്. അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയണം, അങ്ങനെയല്ല അങ്ങനെയാണ് പറഞ്ഞു തരും. അതേപോലെ അതിൽ സാംസ്കാരികമായ ഒരു നടപ്പാണ്, ഒരു ചര്യയാണ്. ഇതിന് കുട്ടികൾ ഇതിന്റെ ഏർപ്പെടും. 3 മാസം. പിന്നെ അതിന്റെ പകരമായി അവർ ഈ അധ്വാനിക്കുന്നതിന് പകരമായി ഈ കുട്ടികൾക്ക് ഗ്രാമവാസികളും പട്ടണവാസികളും വസ്ത്രം വാങ്ങിക്കൊടുക്കും. പിന്നെ പണം കൊടുക്കും. ഒരു വർഷത്തിന് ആവശ്യമായ ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കും. അത് മതിയാവും. മിൻ അഹ്ലിൽ ഖുറാ വൽ മുദനില്ലദീ യസൂനഹാ മുഖാബിലൽ ഖിദ്മാത്തില്ലത്തി യുഖദ്ദിമൂനഹാ ലിൽ അഹാലി. ആ ഗ്രാമത്തിൽ അവർ വയലു പറയാൻ കൂടും. ആ വയലു കാരണമായി നാട്ടുകാരൊക്കെ പലജാതി സംഭാവനകൾ കൊടുക്കും. ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ കാനത്തുല്ലാബു യഊദൂന ഇലാ മദാരിസിഹിം, കുട്ടികളൊക്കെ മദ്രസകളിലേക്ക് ദർസിലേക്ക് തിരിച്ചു പോകും. ഇതൊക്കെ യൂറോപ്പിൽ വരെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ധാരാളം പള്ളി ദർസുകളുള്ള പള്ളികൾ യൂറോപ്പിലുണ്ടായിരുന്നു. അവിടെ ഇങ്ങനത്തെ പരിശീലനങ്ങളൊക്കെ ഉറുദു പറയുമ്പോൾ വലിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ റഷ്യയിലും ജോർജിയയിലും ബോസ്നിയയിലും ഹെർസഗോവിനയിലും ഒക്കെ മൂല്യന്മാര് മുസ്ലിയാർ കുട്ടികൾ ഉറുദി കണക്ക്. അവിടെ എല്ലാം മുസ്ലിങ്ങളുടെ പള്ളികൾ, സൗകര്യങ്ങൾ, പള്ളി ദർസുകൾ, ഇസ്ലാമിക സംസ്കാരങ്ങൾ, ചിഹ്നങ്ങൾ, ഇതൊക്കെ. ഉസ്മാനികൾക്ക് ശേഷം ചില നാടുകൾ കൂട്ടമായി കൊല ചെയ്യപ്പെട്ടു മുസ്ലിങ്ങൾ. എത്ര സംഭവങ്ങൾ. പള്ളികൾ ടെന്നീസ് കോർട്ടാക്കി. പള്ളികൾ മനസ്സിലായില്ലേ? എത്ര പള്ളികൾ ടെന്നീസ് കോർട്ടാക്കി, എത്ര പള്ളികൾ ഗ്രാമങ്ങളിൽ ആശുപത്രികളാക്കി, എത്ര പള്ളികൾ ചൂതുകളി കേന്ദ്രങ്ങളാക്കി. അവിടെ എല്ലാം ഇസ്ലാമിന്റെ ചിഹ്നങ്ങള്, അടയാളങ്ങള്,
ദിക്റുകള്, ദുആകള്, ഖുർആൻ നോട്ടുകള് ഇതെല്ലാം അധികരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാം റമദാൻ പകുതിയായാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ആസാറുകൾ കാണാൻ വേണ്ടി ഇസ്താൻബുളിലേക്ക് വരും ആളുകളെല്ലാം, കഴിവ് കിട്ടുന്നവരെല്ലാം. എന്തുകൊണ്ട്? റമദാനിന്റെ പകുതിയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആസാറുകൾ പ്രദർശിപ്പിക്കും. അത് ആസാർ എവിടുന്ന് കിട്ടി? അബ്ബാസികൾ ഖിലാഫത്ത് കൊടുത്തപ്പോൾ കിട്ടി. അബ്ബാസികൾ അവരെ മുന്നേ വരുന്നെടുത്തു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആസാർ, ഹബീബായ റസൂലുള്ളാഹിന്റെ തലയെക്കെട്ട്, ഇതെല്ലാം ഖലീഫയുടെ കീഴിലാണ്. അത് കിട്ടുമ്പോഴാണ് ഖലീഫക്ക് പൂർണ്ണ പവർ ഉണ്ടാവുക. റസൂലുള്ളാഹിന്റെ തലയെക്കെട്ട്, റസൂൽ ഉപയോഗിച്ചിരുന്ന വടികള്, റസൂൽ ഉപയോഗിച്ചിരുന്ന വാളുകള്, റസൂലുള്ളാഹിന്റെ മുടി, റസൂലുള്ളാഹിന്റെ താടിരോമം, റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട ചെരുപ്പുകള്, ഇതെല്ലാം കാബിറൻ അൻ കാബിരിൻ, ഇതെല്ലാം ഇസ്താംബൂളിൽ സൂക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇസ്താംബൂളിൽ സൂക്ഷിക്കും. അതിങ്ങനെ അതേപോലെ സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ ചോര പുരണ്ട മുസഹഫ്, ഈ മുസഹഫ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുസഹഫ്. സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഈ മുസഹഫൊക്കെ സൂക്ഷിച്ച കേന്ദ്രം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ റമളാൻ പകുതിയായാല് പല ആളുകളും, പല ധനാഢ്യരും, പല പണ്ഡിതന്മാരും, മൗലാനമാരും, പിന്നെ ആ പരിസരത്തുള്ള നാടന്മാർ, സാധാരണക്കാരെല്ലാം എന്ത് ചെയ്യും? ഇസ്താൻബൂളിലേക്ക് പോകും. എന്തിന്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ആസാറുകൾ ഖലീഫയുടെ കീഴിലാണ്. അതൊക്കെ കാണാൻ വേണ്ടി 15-ാം തീയതി അന്ന് വന്നിട്ട് ഹബീബ റസൂൽ അതിന്റെ പെട്ടി തുറക്കും. ആര്? ഖലീഫ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? അൽ ബർദത്തുല്ലതി അഅതാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ സുഹൈറിന് ഹബീബായ നബി കൊടുത്ത പുതപ്പ്. അത് ഉസ്മാനി ഖലീഫമാർ സൂക്ഷിച്ചിട്ടുണ്ട്. കാണാൻ വേണ്ടി ആളുകൾ വരും. പിന്നെയോ വസിന്നും മിൻ അസ്നാനിൻ നബിയിൽ മുസ്തഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല്, വശഅറാത്ത് മിൻ ശഅരി ശരീഫ്, ഹബീബായ നബിയുടെ മുടി, വനിആലുഹു ശരീഫ, ഹബീബായ റസൂലുള്ളാഹിയുടെ ചെരുപ്പുകള്, വബഖിയത്തും മിൻ ബുറൈഖ് ശരീഫി, ഹബീബായ നബിയുടെ ഉപയോഗിച്ചിരുന്ന കൊടികള്. ഹബീബായ നബി കൊടി ഉപയോഗിച്ചിരുന്നു സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ഉസ്മാനികളുടെ കയ്യിലുണ്ടായിരുന്നു. وإناءان من الحديد لسيدنا إبراهيم الخليل, മഹാനായ സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ഇരുമ്പിന്റെ പാത്രങ്ങള്. وإناءان من الحديد لسيدنا إبراهيم الخليل, മഹാനായ സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പാത്രങ്ങള്. കാന യശ്റബു ബിഹിമാ മാഅ സംസം, ഈ പാത്രത്തിലാണ് ഇബ്രാഹിം നബി സംസം വെള്ളം കുടിച്ചിരുന്നത്. അതൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന ജുബ്ബ. ജലാലത്തു സുൽത്താൻ അമാമ തിൽക്കൽ മുഖല്ലഫാത്തി വയഖഫ് അൽ ഗാസി മുഖ്താർ ബാഷ ബിജാനിബിയ. താളത്തലവനിന്റെ അടുത്ത് വന്ന് നിൽക്കും, രാജാവ് മുന്നിൽ വന്ന് നിൽക്കും. വെളുവെളുത്ത ദിവസത്തിന് വേണ്ടി വെളുവെളുത്ത ടവലുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അൽ മുലവ്വനി ബിൽ ഹരീരിൽ മുലവ്വനി എന്ന് ബർക്കത്താക്കപ്പെട്ട വാക്കുകൾ എഴുതിയ നല്ല നല്ല ടവലുകൾ. പിന്നെ എന്ത് ചെയ്യും? രാജാവ് നിൽക്കുമ്പോൾ പട്ടാളത്തലവൻ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ എന്ത് ചെയ്യും? ഈ ആസാറുകളിൽ നിന്ന് ഇങ്ങനെ തൊടും, ആളുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതാത് ബർക്കത്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ഒരു ജനതയും ആ ജനതയുടെ താരീഖ് പഠിച്ചിട്ടില്ലെങ്കിൽ ആ ജനതക്ക് അവരുടെ മുൻഗാമികളോട് ലാഹിക്കാവാൻ കഴിയൂല. മുൻഗാമികളെ താരീഖാണ് അവരെയും ഇവരെയും ഒരുമിച്ച് കൂട്ടുക, അല്ലാതെ കറാമത്തുകളല്ല. കറാമത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചൂഷണോപാധി പോലും ആയിത്തീരും. ഇന്ന് കറാമത്ത് പറയുന്നവർ ഉണ്ട്, താരീഖ് പറയുന്നവർ ഇല്ല. കറാമത്ത് എല്ലാവരും പറയും. അവിടെ അങ്ങനെയായിരുന്നു. തെറ്റാണോ? തെറ്റൊന്നുമല്ല. പക്ഷെ ഒരു ഷെയ്ഖിനെ പറയേണ്ടത് ആ ഷെയ്ഖിന്റെ കറാമത്തല്ല, ആ ഷെയ്ഖിന്റെ താരീഖ്. താരീഖ് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടുകൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായ സംഭവങ്ങളാണ്. ഇതാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയേണ്ടത്. ഇതാണ് റിഫായി ഷെയ്ഖിനെ പറ്റി പറയേണ്ടത്. നമുക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിൽ നിന്ന് പഠിക്കാനുള്ള കറാമത്തല്ല, ജീവിതമാണ് താരീഖ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ മാത്രം അവരുടെ കറാമത്തല്ല. കറാമത്ത് എന്നാൽ ഹൈലുർ റിജാൽ. ഇങ്ങനെയുണ്ടല്ലോ വലിയ വലിയ സൂഫികൾക്ക്, അവർക്ക് പെണ്ണുങ്ങൾക്ക് ഹൈല് പോലെയാണ്. പെണ്ണുങ്ങൾക്ക് ഹൈല് പുറത്തു വന്നാൽ അവർ മറഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുക എന്ന് പോലെയാണ് അള്ളാന്റെ ഔലിയാക്കന്മാർ. അത് ഹൈലുർ റിജാലാണ്. ആണുങ്ങൾക്ക് ഹൈലുണ്ടാകും പോലെയാണ് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടായി.
അവരാരാണെന്ന് ലോകം അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒളിവാക്കും, അത്രേ ഉള്ളൂ. അവരെ അപരാക്കിയ ചില ഘടകങ്ങളുണ്ട്. അതവരുടെ സുഹൃതാണ്, അതവരുടെ തഖ്വയാണ്, അതവരുടെ നിലപാടാണ്. ആ നിലപാടിൽ നിന്നും ആ സുഹൃത്തിൽ നിന്നും ആ തഖ്വയിൽ നിന്നും അവരുണ്ടായപ്പോൾ അവർക്ക് അവരറിഞ്ഞോ അറിയാതെയോ കറാമത്തുണ്ടായി. അറിഞ്ഞുണ്ടാവും, ആവശ്യം വന്നാൽ അറിഞ്ഞുണ്ടാവും, അറിയാതെയുണ്ടാവും. അറിഞ്ഞുണ്ടായിക്കൂടെ? അറിഞ്ഞുണ്ടാവും. അതിന് ചിലപ്പോൾ ആവശ്യം വരും, പറഞ്ഞുണ്ടാവും, അറിയാതെയുണ്ടാവും. അതൊന്നുമല്ലല്ലോ കാര്യം, താരീഖല്ലേ കാര്യം. ഈ പറയുന്ന മൊഹീദ്ദീൻ ശൈഖിന്റെ താരീഖ് നമുക്ക് എത്ര അറിയും? അവർ ഉസ്താദായിരുന്നു, ഉസ്താദിന്റെ ഉസ്താദായിരുന്നു, അവരുസ്താദായിരുന്നു, അവരുസ്താദായിരുന്നു, ഉസ്താദായിരുന്നു, മുസ്തലിബാ നബിയുടെ സിൽസില അവരിലേക്ക് വരെ അതാരൊക്കെയായിരുന്നു? ഏതെങ്കിലും ഖാദിരികൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. അതേ നമുക്ക് കള്ളത്തൊരീക്കത്തായി തള്ളുകയും ചെയ്യും. നമ്മൾ തൊരീക്കത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ തൊരീക്കത്തിൽ വേറൊരാൾ വന്നാൽ നമ്മൾ പറയും നിങ്ങളല്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഇവരുടെ ഒരു ഭരണാധികാരിയാണ് ഖുസ്തൻതീനിയ, ഇസ്ലാമിനെ സമർപ്പിച്ച മഹാനായ സയ്യിദുനാ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇദ്ദേഹത്തെ പറ്റി ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി 1483 അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിനെ സമർപ്പിക്കും. അതേപറ്റി ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഒരുപാട് മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്ദത്നി അബ്ദുല്ലാഹ് ഇബ്നു ബിശ്ർ അൽ-ഹസ്സമി അന്നബി അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഹബീബായ നബി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ റിജാൽ വഴി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലതുഫ്തഹുന്നൽ ഖസ്തൻതീനിയ, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. അത് പിടിച്ചടക്കുന്ന ഭരണാധികാരിയാണ് ഏറ്റവും നല്ല ഭരണാധികാരി. അന്നത്തെ പടയാണ് ഏറ്റവും നല്ല പടാണ് മുഹമ്മദ് മുസ്തഫ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത് നിങ്ങളോട് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ലോകം മുഴുവനും ഒരു രാജ്യമാവുകയാണെങ്കിൽ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ആകേണ്ടത് എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. അപ്പോൾ ആരാണ് പറഞ്ഞാള്? മുഹമ്മദുൽ ഫാത്തിഹാണ്. നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ആരാണ്? മുഹമ്മദുൽ ഫാത്തിഹാണ്. AD 1483 ഹബീബായ നബി വഫാത്താകുന്നതോ 632 പിടിച്ചടക്കുന്ന 1483. ഇത് രണ്ടിന്റെയും ഇടയിൽ ഏകദേശം 1700 കൊല്ലുണ്ട്. ഹബീബായ നബി പറഞ്ഞു ഫലനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷു. ഇന്നത്തെ ചില മൗലവിമാര് പറയാ അവരൊക്കെ മോശപ്പെട്ടവരായിരുന്നു. മുത്തുനബി പറയാതെ ഏറ്റവും നല്ല മഹാനാണ്. വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷു, ആ പടയാണ് ഏറ്റവും നല്ല പട, നിങ്ങൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ. ഖസ്തൻതീനിയ, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും. ആ പിടിച്ചടക്കുന്ന ഭരണാധികാരി ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ സഹായിച്ച പടയാകട്ടെ ഏറ്റവും നല്ല പടയുമാണ്. ഉസ്മാനി ഭരണാധികാരിയായ മുഹമ്മദുൽ ഫാത്തിഹാണ് പിടിച്ചടക്കുന്നത്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞ ഏറ്റവും നല്ല ഭരണാധികാരി ആരാ? മുഹമ്മദുൽ ഫാത്തിഹ്. 23 വയസ്സാ. അന്ന് 23 വയസ്സാ. പിടിച്ചടക്കാൻ വേണ്ടി ആദ്യം പുറപ്പെടുമ്പോൾ 9 വയസ്സാ. വാപ്പ തടഞ്ഞു. ലോകത്തൊരാൾക്കും പിടിച്ചടക്കാൻ കഴിയാത്ത രാജ്യമാണ് ഏത്? ഭയങ്കര. അത് പറയണമെങ്കിൽ അതിന്റെ പ്രത്യേകമായ സെറ്റപ്പ് പറയണമെങ്കിൽ ഒരാഴ്ച പറയണം. ഹബീബായ നബി പറയുകയാണ് ലതുഫ്തഹുന്നൽ ഖസ്തൻതീനിയ ഫനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷു. ആ ഭരണാധികാരിയാണ് ഏറ്റവും നല്ല ഭരണാധികാരി. ആ ഭരണാധികാരിയാണ് ഏറ്റവും നല്ല ഭരണാധികാരി. ഏറ്റവും നല്ല ഭരണാധികാരിയാണ് മുഹമ്മദ് മുസ്തഫ. പിടിച്ചടക്കിയ ഉടനെ അദ്ദേഹം ചെയ്ത ആദ്യത്തെ പണി എന്താണെന്നറിയോ? ആദ്യത്തെ പണി എന്താ? മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേൽ മഖബറ കെട്ടുക. ഈ ഭരണാധികാരി ആദ്യത്തെ ചെയ്ത പണി അവിടെ ഖുർആൻ ഓതാനും സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്തൊരു പള്ളി നിർമ്മിച്ചു. ജാമിഅ അയ്യൂബ് സുൽത്താൻ. അയ്യൂബ് സുൽത്താൻ എന്ന് പറയാം. ആരെ? അബൂ അയ്യൂബ് അൽ അൻസാരിയെ തുർക്കികൾ പറയാം അയ്യൂബ് സുൽത്താൻ. ജാമിഅ അയ്യൂബ് സുൽത്താൻ എന്നൊരു പള്ളി അതിന്റെ തൊട്ടടുത്ത് പണിയിച്ചു. മഖബറ കിട്ടി. അവിടെ ആയിരക്കണക്കായ ആളുകൾക്ക് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ ഖുർആൻ ഓതാനും ഖത്തം നിർത്താനും സൗകര്യം ചെയ്തു. എപ്പോഴും നിൽക്കും സ്വലാത്തും
മൗലിദും. തൊട്ടടുത്ത് പള്ളി, വിശാലമായ പള്ളി. ഫലനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ദാലിക്കൽ ജയ്ഷു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല ഭരണാധികാരി ആ ഭരണാധികാരിയാണ് മുത്തുനബി പറഞ്ഞത്. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ ചെയ്തത്? അതേ മഖബർ കെട്ടി. കാരണം ആ നാടിലെ അടയാളം, ഇസ്ലാമിന്റെ അടയാളം, നേരത്തെയുള്ള അടയാളം ആരുടേതാണ്? അബു അയ്യൂബ് അൽ അൻസ്വാരി في رواية نقلا عن أي بن هاني بن الناصر ناظر أنه قال كنا عند عبد الله بن عمرو بن العاص رضي الله عنه അടുത്തായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഒരിക്കൽ ഒരു താബിഈ പറയാം, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു അടുത്തായിരുന്നു. വസുഇല അപ്പോൾ ചോദിക്കപ്പെട്ടു, അയ്യുൽ മദീനത്തി തുഫ്തഹു അവ്വലൻ അൽ ഖസ്തൻതീനിയ അവർ റുമിയ, ആദ്യം പിടിച്ചെടുക്കപ്പെടുന്ന രാജ്യം പട്ടണം ഏതായിരിക്കും? ഏതാണ്? ഫഖാല ഫദഅ അബ്ദുല്ലാഹ് ബിസുംദൂഖിൻ, അപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു സുംദൂഖ്, ഒരു പെട്ടി കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫഅഖറജ മിനു കിതാബൻ, ആ പെട്ടിയിൽ നിന്ന് ഒരു കിതാബ് എടുത്തു. പ്രഗൽഭ സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു. താബിഈ പറയാം, ഞങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അസിന്റെ അടുത്തിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ആദ്യം പിടിച്ചെടുക്കപ്പെടുന്ന പട്ടണം ഏതാണ്? അപ്പൊ അദ്ദേഹം ഒരു പെട്ടി കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആ പെട്ടി തുറന്നു, ആ പെട്ടിയിൽ നിന്ന് കിതാബ് എടുത്തു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കുന്ന നേരത്ത് നക്തുബു ഇല റസൂലുള്ളാഹ്, ചോദിച്ചത് ഞങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കും. അപ്പോൾ ചോദിച്ചു, എന്റെ അയ്യുൽ മദീനത്തി തുഫ്തഹു അവലൻ ഖസ്തൻതീനിയ റുമിയ, ഏത് പട്ടണമാണ് ആദ്യം പിടിച്ചടക്കപ്പെടുക എന്ന് ഹബീബായ നബിയോട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഫഖാല, അപ്പോൾ ഹബീബ് റസൂലുള്ള പറഞ്ഞു, മദീനത്ത് ഹിർക്കൽ, അത് ഹിർക്കലിന്റെ പട്ടണമാണ്. ഏതാ ഹിർക്കലിന്റെ പട്ടണം? ഖസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ. എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ 632 മുമ്പ് പറഞ്ഞ റസൂലുള്ള വഫാത്തായി നടക്കണ 1483. ഇനി ഏകദേശം 700 ചില്ലാന കൊല്ലത്തിന് വ്യത്യാസം. ആ ഭരണാധികാരി ഏറ്റവും നല്ല ഭരണാധികാരിയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഫനിഅമൽ അമീറു അമീറുഹാ ഫലനിഅമൽ അമീറു അമീറുഹാ, നിഅമൽ അമീറു എന്ന് ഹബീബ് പറഞ്ഞത് തന്നെ മഅ്സത്താണ്. അന്ന് ഖലീഫയായിട്ടില്ല ഉസ്മാനികൾ.